PTയിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും PT എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് മൈൻഡ് ആക്കാറില്ല. എന്നാൽ ഇത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ടാസ്കുകളല്ല. ഏതൊക്കെയാണ് സെക്ഷൻസ്, എങ്ങനെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാനും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റീഡിങ്ങിലും ലിസണിങ്ങിലും വരുന്ന MCQ മൾട്ടിപ്പിൾ ആൻസേഴ്സ്, ലിസണിങ്ങിൽ വരുന്ന ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്, ഈ സെക്ഷനുകളാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. ഇതിൽ MCQന് ഓവറോൾ 1.5 മാർക്കും ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിന് 18 മാർക്കാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നമുക്ക് നെഗറ്റീവിൽ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിനാണ്. ഇനി ഈ സെക്ഷനിൽ എങ്ങനെ നെഗറ്റീവ് മാർക്കിംഗ് വരാതിരിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വൺസ് ഓഡിയോ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ സ്പീക്കറിനെക്കാളും 2 വേർഡ്സ് ഫ്രണ്ടിലായിട്ടായിരിക്കണം നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ. അതും ചുമ്മാ ഫോളോ ചെയ്താൽ പോരാ, വേർഡ്സ് ശ്രദ്ധയോടെ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അതുപോലെ തന്നെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ആണ് നേറ്റീവ് സ്പീക്കേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ ഓർ ആക്സെന്റ് മനസ്സിലാവാതിരിക്കുക. അത് ഒഴിവാക്കാൻ ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ, മാക്സിമം ഓഡിയോസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എത്ര നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന സ്കോർ കിട്ടുന്നില്ലെങ്കിൽ ആബെ സർവീസിലെ സ്കിൽ ട്രെയിനേഴ്സ് ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും. സോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആബെ സർവീസസ്.